വെൽക്കം ബാക്ക് ടു ദി എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണതാമസാണ്. എടാ, ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു സീരീസ് ആയിട്ടുള്ള 2-3 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. കാരണം ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെമിനാർ റിപ്പോർട്ടാണ്. എങ്ങനെ ഈസി ആയിട്ട് ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതാം എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ലൈക്കും ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റും ആയിട്ട് പറയട്ടോ. ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുന്ന ആളാണ്, ഞാൻ റിപ്ലൈ ഒക്കെ തരും. യെസ്, അപ്പം സെമിനാർ റിപ്പോർട്ട് മക്കളെ, നമ്മൾ സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ചിലപ്പം സെമിനാർ റിപ്പോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് ആയിട്ടായിരിക്കും മിക്കവാറും നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡൗട്ടാണ് എക്സാം ഹോളിന് എങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് എങ്ങനെ എഴുതുക എന്നുള്ളത്. എടാ, സിമ്പിൾ ആണ്ടാ. ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ അകത്ത് ചില പരിപാടികൾ ഇങ്ങനെ നടക്കില്ലേ, ആ പരിപാടികളുടെ ഒരു ഓർഡറിൽ ഒരു അറേഞ്ച്മെന്റിൽ എഴുതി വെക്കുക. പിന്നെ സെമിനാർ പേപ്പേഴ്സ് ചില ആൾക്കാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവർക്ക് സെമിനാർ പേപ്പർ, ഇന്ന ആളൊരു സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്തു, മറ്റേ ആളുടെ സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്തു, അങ്ങനെയൊക്കെ പറയാ. പിന്നെ അതിന്റെ അകത്തുനിന്ന് വാലിഡ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഓക്കെ, സോ നമുക്കൊരു മോഡൽ നോക്കിയാലോ. സെമിനാർ ഓൺ ദ ടോപ്പിക്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഹെഡിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ആൻസറിന് വെറുതെ ഇങ്ങനെ സെമിനാർ ഓൺ ദ ടോപ്പിക് എന്ന് സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യാ, സെമിനാർ ഓൺ ഡ്രഗ് അബ്യൂസ് അല്ലെ, സെമിനാർ ഓൺ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയാണ് നിങ്ങളുടെ സ്കൂളിൽ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് ഒരു സെമിനാർ നടന്നു, സോ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഇറ്റ് എന്നുള്ളതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഹെഡിങ് ആയിട്ട് സെമിനാർ ഓൺ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് അങ്ങനെ മേലെ കൊടുക്കുക. എന്നിട്ട് റിപ്പോർട്ട് ഇങ്ങനെ എഴുതേണ്ടത്, സെമിനാർ ഓൺ ദ ടോപ്പിക്, ഏതാണോ ടോപ്പിക്, വാസ് കണ്ടക്ടഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം ഓൺ, ഏത് ദിവസമാണ്. അപ്പൊ മക്കളെ ഓൺ എന്ന് എഴുതണം കേട്ടോ. ഓൺ ആണ്, ഡേറ്റ് പറയുമ്പോൾ ഓൺ ആണ്, ഇന്നെന്ന് എഴുതരുതേ. ഓൺ ഇന്ന ദിവസം അറ്റ് ഈ സമയം, ഇത്ര സമയത്ത് നടന്നു. എന്നിട്ട് നോക്കിടാ, ദ ഇവന്റ് കമൻസ്ഡ് വിത്ത് എ പ്രേയർ ബൈ ദ സ്കൂൾ കോയർ. അപ്പം എന്ത് പ്രോഗ്രാമും ആദ്യം ഈശ്വര പ്രാർത്ഥനയിലാണല്ലോ തുടങ്ങുക, അത് എഴുതാ പ്രേയർ ആണ് കേട്ടോ. പ്രേയർ വെച്ച് തുടങ്ങുന്നു. ഫോളോഡ് ബൈ വെൽക്കം അഡ്രസ്. അപ്പൊ നെക്സ്റ്റ് എന്താണ്, നമ്മൾ നോട്ടീസിന്റെ അകത്ത് എഴുതൂലായിരുന്നോ, പ്രേയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ചീഫ് ഗസ്റ്റ്, ഫെലിസിറ്റേഷൻസ്, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതൂലായിരുന്നോ. അതിന് ആ നോട്ടീസ് കൊടുക്കുന്ന ആ സാധനത്തിന് നമ്മളൊന്ന് നീട്ടി പരത്തി എഴുതുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. യെസ്, സോ വെൽക്കം അഡ്രസ് വാസ് ഗിവൺ ബൈ ആരാണോ അല്ലെ, പ്രിൻസിപ്പാൾ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ ദ സെമിനാർ വാസ് പ്രിസൈഡഡ് ഓവർ. അപ്പൊ സെമിനാർ പ്രിസൈഡ് ചെയ്യുന്നത് മിക്കവാറും പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ചീഫ് ആയിട്ടുള്ള ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടീച്ചറോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഫസറോ ഒക്കെ ആയിരിക്കും കേട്ടോ. സോ കണ്ടോ, PTA പ്രസിഡന്റ് ആണ് ഇവിടെ ആ ഒരു സെമിനാർ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അത് പറയാം. ആൻഡ് ദി ഇനോഗ്രേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ എന്തെങ്കിലും ഒരാളെ പേര് കൊടുക്കുക കേട്ടോ. ദ ഇനോഗ്രേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ അല്ലെങ്കിൽ ഇനോഗ്രേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ ആരാണോ ചെയ്തിട്ടുള്ളത് അവരുടെ പേര് കൊടുക്കുക. നെക്സ്റ്റ് ദ സെഷൻ. സോ ഇതൊക്കെയാണ് ഓപ്പണിംഗിൽ നമ്മൾ എഴുതുന്നത്. സെമിനാർ റിപ്പോർട്ടിന്റെ ഓപ്പണിംഗിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് നമ്മുടെ ആ റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗമാണ്. ദ സെഷൻ ഫീച്ചേർഡ് പേപ്പർ പ്രസന്റേഷൻസ് ബൈ, അല്ലെ, ആരൊക്കെയാണ് പേപ്പേഴ്സ് പ്രസന്റ് ചെയ്തത്. ഇപ്പൊ രാഹുൽ ഉണ്ടെങ്കിൽ രാഹുലിന്റെ പേര് കൊടുക്കാം, ഇനി വർണ്ണിത ഉണ്ടെങ്കിൽ വർണ്ണിതന്റെ പേര് കൊടുക്കാം. ഓക്കെ, അപ്പം ആരൊക്കെയാണോ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്തത് അവരുടെയൊക്കെ പേര് കൊടുക്കുക. ഹു പ്രൊവൈഡഡ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഓൺ, എന്തൊക്കെ ടോപ്പിക്കിന്റെ മേലെയാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് അത് പറയാം. ദിസ് വാസ് ഫോളോഡ് ബൈ ആൻ എൻഗേജിംഗ് ഇന്ററാക്റ്റീവ് സെഷൻ വേർ പാർട്ടിസിപ്പൻസ് ആക്റ്റീവ്ലി എക്സ്ചേഞ്ച്ഡ് ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. സോ എടാ, ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് ഇപ്പൊ രാഹുലിന്റെ പേപ്പർ പ്രസന്റേഷന്റെ ഇടക്ക് നിങ്ങൾക്ക് പൊതുവെ അതായത് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഇല്ലേ, അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എന്തെഴുതാം, രാഹുൽ കോട്ടഡ് ദാറ്റ്. എന്താണ് രാഹുൽ കോട്ടഡ് ദാറ്റ്, രാഹുൽ കോട്ടഡ് ദാറ്റ്. അതായത് രാഹുൽ പറഞ്ഞു എന്താണ് അല്ലെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ ഡേ ബൈ ഡേ ദ യൂസ് ഓഫ് ഡ്രഗ്സ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഈ പേപ്പർ പ്രസന്റേഷന്റെ ഇടക്ക് അവിടെ ഇവിടെയും പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കേട്ടോ. വെറുതെ ഇങ്ങനെ ഇന്ന ആള് ഇന്ന പേപ്പർ പ്രസന്റ് ചെയ്തു എന്ന് പറയാതെ അതിന്റെ അകത്ത്, അതായത് ആ പേപ്പർ പ്രസന്റേഷന്റെ അകത്ത് എന്തെങ്കിലും 1-2 പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളത് പോലെ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. And next എന്താണ്, following the presentations an interactive session was conducted where students and faculty
ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ബൈ പോസിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷെയറിംഗ് പെർസ്പെക്ടീവ്സ് അല്ലെ. അതായത് ആ പേപ്പർ പ്രസന്റേഷന്റെ ശേഷം എന്താണ് എല്ലാ സെമിനാർ പരിപാടിയും. ഈ സെമിനാർ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതെങ്ങനെ വെച്ചാൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ കൂടെ വന്നിരിക്കും. ഇപ്പൊ ഞാനൊരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രബന്ധം ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഇങ്ങനെ ഫുള്ള് വായിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. നെക്സ്റ്റ് വേറൊരാളുണ്ടാവും, അയാളും അയാളുടെ സെമിനാറിനെ കുറിച്ച് എല്ലാം പറയും. അങ്ങനെ 2-3 പേരുണ്ടെങ്കിൽ അവർ അവരുടെ പേപ്പറൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. അതായത് ഓഡിയൻസിന് വേണേൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്താൽ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. സോ അതിനെയാണ് നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഇന്ററാക്റ്റീവ് സെഷൻ ആണ് മക്കളെ, സെക്ഷൻ അല്ല, സെഷൻ ആണ് കേട്ടോ. വാസ് കണ്ടക്ടഡ് വെയർ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ബൈ പോസിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷെയറിംഗ് പെർസ്പെക്ടീവ്സ് അല്ലെ. ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തു, ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആ പെർസ്പെക്ടീവ്സ് ഷെയർ ചെയ്തു. The discussion facilitated a deeper comprehension. ഇത് നല്ല പോയിന്റ് ആട്ടോ, നല്ല പോയിന്റ് ആണ്. The discussion facilitated a deeper comprehension of the topic and encouraged critical thinking among the attendees. അപ്പം ആ ഡിസ്കഷനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്നുള്ളതാണ് കേട്ടോ. The discussion facilitated a deeper comprehension of the topic. അതായത് ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ സെമിനാർ സഹായിച്ചു. And encouraged critical thinking among the attendees. അല്ലെ, ആ അറ്റൻഡീസിന് അല്ലെങ്കിൽ സെമിനാറിന് വന്ന ആൾക്കാരുടെ ഉള്ളിൽ കുറച്ചും കൂടെ ഒരു ഡീപ്പർ ആയിട്ടുള്ള തിങ്കിങ് വന്നു എന്നുള്ളത് പറയാം. Then as the seminar drew to a close, അപ്പം സെമിനാർ എൻഡ് ചെയ്യാനായപ്പം ആരാണോ അല്ലെ നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, ദ സ്കൂൾ ലീഡർ ആവാം, പ്രപ്പോസ്ഡ് ഹാർട്ട് ഫെൽറ്റ് വോട്ട് ഓഫ് താങ്ക്സ്. കണ്ടോ, ആ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെസ്റ്റ്, presenters, faculty members and participants for their valuable contribution. Seminar concluded on a patriotic note with national anthem. അപ്പൊ ലാസ്റ്റ് അവസാനിക്കുക എങ്ങനെയാണ്, ഒരു നാഷണൽ ആന്തത്തിലൂടെയാണ്. ലീവിംഗ് ദ ഓഡിയൻസ് എൻറിച്ച്ഡ് വിത്ത് നോളജ് ആൻഡ് ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അത്രയും കാര്യങ്ങളാണ് എന്തിൽ എഴുതേണ്ടത്. യെസ്, അപ്പൊ ഇത് വേണ്ട കേട്ടോ, ഇത് ഞാൻ എങ്ങനെയോ അതിന്റെ കൂടെ വന്നു പോയതാണ്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു സെമിനാർ റിപ്പോർട്ടിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. ഓക്കെ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ഫസ്റ്റ് എന്താണ്, ഒരു പ്രെയർ വേണം. നമ്മൾ നോട്ടീസിൽ എഴുതുന്ന പോലെ തന്നെ പ്രെയർ വേണം, ഒരു വെൽക്കം സ്പീച്ച് വേണം, വെൽക്കം അഡ്രസ് വേണം, അതിനുശേഷം പ്രസിഡൻഷ്യൽ അഡ്രസ് വേണം കേട്ടോ. അപ്പൊ പ്രിസൈഡഡ് ഓവർ എന്നാണ് പറയാ, പ്രസിഡൻഷ്യൽ അഡ്രസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ആരെങ്കിലും ഇനോഗ്രേഷൻ ഉണ്ടാവും, ആ ഇനോഗ്രേഷനെ കുറിച്ച് പറയാം. പിന്നെ അടുത്തതായിട്ട് എന്താ നമ്മളെ സെമിനാർ പേപ്പർ പ്രസന്റേഷൻ കേട്ടോ, സെമിനാർ പേപ്പർ പ്രസന്റേഷൻ ആ കാര്യം പറയാം. പിന്നെന്താണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്ററാക്റ്റീവ് സെഷൻ ഇന്ററാക്റ്റീവ് സെഷൻ, യെസ്, ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടെന്ന് പറയാം. ആൻഡ് ഫൈനലി വോട്ട് ഓഫ് താങ്ക്സും പിന്നെ നാഷണൽ ആന്തം. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ സെമിനാർ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇത്രയും പോയിന്റ്സ് സെമിനാർ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിനുള്ള അത്യാവശ്യം നല്ല മാർക്സ് ഒക്കെ കിട്ടും മക്കളെ. ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. ഇനി എന്താണോ സെമിനാർ ടോപ്പിക് അതിനനുസരിച്ച് നിങ്ങളൊന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ സെമിനാർ റിപ്പോർട്ട്. അപ്പൊ എന്താണ്, ഇനി നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതൂലേ, അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ്സിൽ അറിയിക്കാം കേട്ടോ. യെസ്, സോ വീൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.